ആ ഭ്രാന്തനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. ഭ്രാന്തൻ പറയുകയാണ്, പോ പോ, ഓടിപ്പോ, നീ തിരിച്ചു പോ. വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, വീണ്ടും നീ എന്തിനാണ് ഇങ്ങനെ വരുന്നത്? തിരിച്ചു പോ, തിരിച്ചു ഓടിപ്പോകാൻ പറയുകയാണ് ആ ഭ്രാന്തൻ. അന്നേരം ശ്രീലക്ഷ്മി പറയണം, അച്ഛാ വാ, നമുക്ക് ഇവിടുന്ന് പോകാം. അതേതോ ഭ്രാന്തനല്ലേ മോളെ, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അയാൾ പറഞ്ഞത് നിന്നോടല്ല, വേറെ ആരോടോ ആണ്. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. അല്ല അച്ഛ, അയാള് എന്നോടാണ് പറയുന്നത്. വാ അച്ഛ, അച്ഛൻ വന്നേ. അച്ഛൻ വാ എന്നും പറഞ്ഞ് സുദർശനെയും കൂട്ടി അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയാണ് ശ്രീലക്ഷ്മി. പെട്ടെന്ന് ആ ഭ്രാന്തൻ ഓടി ശ്രീലക്ഷ്മിയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, നീ പോകുന്ന വഴി ശരിയല്ല, തിരിച്ചു പോ. പോകാൻ പറഞ്ഞില്ലേ അച്ഛ, ഇയാളൊരു കുഴപ്പക്കാരനാണ്. വാ, നമുക്ക് പോകാം. ഇയാൾ എന്തിനാണ് നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പേടിക്കാതെ, ഇയാൾ എപ്പോഴും ഇങ്ങനെയാണ് അച്ഛാ. ഇയാൾ എന്നെ കണ്ടാൽ അപ്പോൾ ദേഷ്യപ്പെടും. രവി സാറിനെ എന്നെ കൂടെ കണ്ടാൽ തീർന്നു. പിന്നെ ഇയാൾ ഭയങ്കരമായിട്ട് വയലന്റ് ആകും എന്നൊക്കെ പേടിച്ച് പേടിച്ച് പറയുകയാണ് ശ്രീലക്ഷ്മി. സാറിന്റെ കൂടെ നടന്നാൽ എനിക്ക് ആപത്താണെന്നൊക്കെ വിളിച്ചു പറയും. അച്ഛാ, നമുക്ക് പോകാം. പിന്നീടും ആ ഭ്രാന്തൻ പറയുകയാണ്, നിന്നോടല്ലേ പറഞ്ഞത് തിരിച്ചു പോകാൻ. മുൻപോട്ട് പോയാൽ നീ അവിടെ പെട്ടുപോകും. നിനക്ക് പിന്നെ പിറകോട്ട് മോചനമില്ല. പോ പോ, തിരിച്ചു പോ എന്നൊക്കെ അലറി വിളിക്കുകയാണ് ആ ഭ്രാന്തൻ. പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കല്യാണക്കുറി തട്ടിയെടുക്കുകയാണ് ആ ഭ്രാന്തൻ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇത്, കല്യാണക്കുറിയോ? അപ്പോൾ നിനക്ക് ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേ? തീർന്നു, എല്ലാം തീർന്നു, എല്ലാം തീർന്നു നാശമാകാൻ പോവുകയാണ്. പോ, ഇവിടുന്ന് ജീവൻ വേണമെങ്കിൽ തിരിച്ചു പോ. ഇത് നടക്കാൻ പാടില്ല, ഈ കല്യാണം ആപത്താണ്. കല്യാണക്കുറി തിരികെ വാങ്ങാൻ ശ്രമിക്കുന്ന സുദർശനെ തള്ളിയിടുകയാണ് ആ മാനസിക രോഗി. ഈ കല്യാണം ആപത്താണെന്നും പറഞ്ഞ് കല്യാണക്കുറി കീറിക്കളയുകയാണ് ആ ഭ്രാന്തൻ. പെട്ടെന്ന് സുദർശൻ ഒരു കമ്പെടുത്ത് ആ ഭ്രാന്തനെ ഓടിക്കുകയാണ്. അന്നേരം ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് രവിവർമ്മൻ എത്തുകയാണ്. പിറകിൽ നിന്ന് രവിവർമ്മൻ ശ്രീലക്ഷ്മിയെ തോളിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി നോക്കുകയാണ് ശ്രീലക്ഷ്മി. രവിയെ കണ്ട് പരിഭ്രമം മാറ്റി ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, സാർ എന്താ ഇവിടെ? ഞാൻ ഇതിലെ പോവുകയായിരുന്നു, അപ്പോഴാണ് താൻ ഇങ്ങോട്ട് തിരിയുന്നത് പോലെ തോന്നിയത്. അതാണ് വണ്ടി നിർത്തി ഇങ്ങോട്ട് പോന്നത്. അല്ല, താൻ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ഭ്രാന്തനെ കുറിച്ച് സാറിനോട് പറഞ്ഞാൽ സാർ ഡിസ്റ്റർബ്ഡ് ആകും. എന്തെങ്കിലും കള്ളം പറയണം. മിണ്ടാതെ നിൽക്കുന്ന ശ്രീലക്ഷ്മിയോട് രവിവർമ്മൻ ചോദിക്കുകയാണ്, ഹലോ, എന്താ താനൊന്നും പറയാത്തത്? മുഖമൊക്കെ വിളറുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഏയ്, അങ്ങനൊന്നുമില്ല. പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ ഷോക്കായി, അതാണ്. ഞാനിവിടെ സാറിനെ തീരെ പ്രതീക്ഷിച്ചില്ല. ആ ഷോക്ക് മാറാൻ ഞാനൊരു സർപ്രൈസ് തരട്ടെ? കണ്ണടയ്ക്കൂ. എന്തിനാ സാർ കണ്ണടയ്ക്കുന്നത്? പേടിക്കണ്ടോ, വീണ്ടും ഒരു ഷോക്ക് തരാനല്ല, ചെറിയൊരു സർപ്രൈസ്, അത്രയുള്ളൂ. കണ്ണടച്ചോളൂ എന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മി കണ്ണുകൾ അടയ്ക്കുകയാണ്. അതിനുശേഷം കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൂക്കൾ എടുത്ത് നീട്ടുകയാണ് രവിവർമ്മൻ. എന്നിട്ട് പറയുകയാണ്, ഇനി കണ്ണു തുറന്നോളൂ. പൂക്കൾ വാങ്ങിയിട്ട് ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല സാർ അപ്പോൾ എന്നെ കാണാൻ തന്നെ വന്നതാണോ? അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാൾക്ക് നമ്മുടെ വെഡിങ് കാർഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ തന്നെയും കൂട്ടിക്കൊണ്ടുപോകാമെന്ന് കരുതി തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ഞാൻ. പക്ഷെ സാർ, ഞാൻ അച്ഛന്റെ കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വരാൻ ഞാൻ. അന്നേരം ഭ്രാന്തനെ ഓടിച്ച ശേഷം തിരിച്ചു വരികയാണ് സുദർശൻ. അല്ല, സാർ എന്താ ഇവിടെ എപ്പോൾ വന്നു? ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് വിടുമോ? വളരെ ഇമ്പോർട്ടന്റ് ആയ ചിലർക്ക് വെഡിങ് കാർഡ് കൊടുക്കാനുണ്ട്, അതിനു വേണ്ടിയാണ്. ആ ശരി മോളെ, നീ സാറിന്റെ കൂടെ പോയിട്ട് വാ. കല്യാണക്കുറികളൊക്കെ ഞാൻ കൊടുത്തോളാം. ശരി അച്ഛാ. അതിനുശേഷം ശ്രീലക്ഷ്മിയും കൂട്ടി പോവുകയാണ് രവിവർമ്മൻ. അവർ പോയ ശേഷം സുദർശൻ വിചാരിക്കുകയാണ്, അപ്പോൾ ഞാൻ വടിയെടുത്തത് കൊണ്ടല്ല, ദൂരെ നിന്നും രവി സാർ വന്നത് കൊണ്ടായിരിക്കും ആ ഭ്രാന്തൻ പോയത്. അപ്പോൾ ഈ ഭ്രാന്തന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് ഉറപ്പാണ്. ഇനി അത് രാജനന്ദിനിയെ കുറിച്ചായിരിക്കുമോ? ആയിരിക്കണം. എങ്കിൽ അയാളെ കണ്ടുപിടിച്ച് അത് ചോദിക്കണം. എന്താണ് സത്യമെന്ന് ഞാൻ എങ്ങനെയും അന്വേഷിച്ചറിയും. എന്റെ മകളുടെ സുരക്ഷിതത്വമാണ് എനിക്ക് വലുത്. എന്താണ് സത്യമെന്ന് ഞാൻ അന്വേഷിക്കും, തീർച്ചയാണ്. പിന്നീട് പറഞ്ഞ സ്ഥലത്തെത്തുകയാണ് രവിവർമ്മൻ. ശ്രീലക്ഷ്മിയോട് പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചാൽ ഇവിടെയുണ്ട്, തനിക്കറിയുമോ ഇയാളെ എന്ന് ആളെ ചൂണ്ടിക്കാണിക്കുകയാണ് രവിവർമ്മൻ. അന്നേരം ശ്രീലക്ഷ്മി അന്ന് റോഡിൽ വെച്ച് കണ്ട ആ മുസ്ലിം ആളിനെ കുറിച്ച് ആലോചിക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ശ്രീലക്ഷ്മി പറയണേ, എന്തിനാ സാർ അയാളെ കാണുന്നത്? അയാളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. നമ്മൾ എന്തിനാ വെറുതെ? ഇതൊക്കെ ഒരു രസമല്ലേടോ? കാര്യമുണ്ട് എന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് രവിവർമ്മൻ. നമസ്കാരം പറഞ്ഞിട്ട് രവിവർമ്മൻ പറയുകയാണ്, ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം മുതൽ ആകസ്മികമായിട്ട് മുൻപിലേക്ക് വന്ന് എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലേ? ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഒരു കൗതുകം, അതാണ് മുന്നിലേക്ക് വന്നത്. കാര്യം പറയാനുണ്ടായിരുന്നു. അന്നേരം ആ പുക വീഴുന്ന തട്ടം എടുത്തിട്ട് അയാൾ പറയുകയാണ്, തൂഫാൻ, തൂഫാൻ ആയേഗ. അത് സംഭവിക്കാൻ പോകുന്നു, അത് സംഭവിക്കും ഉടൻ. അത് കേട്ട് രവി പറയുകയാണ്, അതെ, അത് സംഭവിക്കാൻ പോവുകയാണ്, അത് സംഭവിക്കും ഉടൻ തന്നെ. ഇവിടെ കല്യാണമാണ് എന്ന് പറഞ്ഞ ശേഷം കല്യാണക്കുറി കൊടുത്തിട്ട് പറയുകയാണ്, താങ്കൾ തീർച്ചയായിട്ടും വന്ന് അനുഗ്രഹിക്കണം. ഞാനോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയുകയാണ്, അതെ, അന്നൊരു ദിവസമെങ്കിലും ഈ അലച്ചിലൊക്കെ നിർത്തി രാവിലെ മണ്ഡപത്തിലേക്ക് എത്തണം. പേടിപ്പിക്കാനല്ല, ഞങ്ങളെ അനുഗ്രഹിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തൂഫാൻ, തൂഫാൻ ആയേഗ. പലതവണ തട്ടിമാറ്റിയ മരണത്തെ വിസ്മരിക്കരുത് നിങ്ങൾ. സർവ്വസുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെ
നിങ്ങൾ ധാരാളമായി ചിന്തിക്കണം. ഒന്നും കഴിഞ്ഞിട്ടില്ല സന്തോഷിക്കാൻ. ആപത്ത് വരാൻ പോകുന്നതേയുള്ളൂ, തൂഫാൻ ആയുക എന്നൊക്കെ പറയുകയാണ് അയാൾ. പരീക്ഷണങ്ങളിൽ അകപ്പെടരുത്. ഇപ്പോഴീ കാണുന്നതൊന്നും ശാശ്വതമായി കാണരുത് നിങ്ങൾ. ഇതൊക്കെ കേട്ട് രവിവർമ്മൻ പറയുകയാണ്, പ്ലീസ് ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഒന്നും സംസാരിക്കരുത്. താങ്കളീ പറയുന്നത് കേട്ട് ഈ കൊച്ചിവിടെ പേടിച്ചു നിൽക്കുന്നത് കണ്ടോ? പറയുന്നതാണെങ്കിൽ ഞങ്ങൾക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. കല്യാണക്കാര്യം മറക്കരുത്, വന്നനുഗ്രഹിക്കണം. പോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിൽക്കവിടെ. കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. തൂഫാൻ വരും, തൂഫാൻ ആയുക. പക്ഷെ അതിപ്പോഴല്ല. ഇനി എന്തൊക്കെ നടക്കാൻ കിടക്കുന്നു എന്ന് അറിയുന്നില്ല നിങ്ങൾ. ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ഉദയങ്ങളും അസ്തമയങ്ങളും നിങ്ങളോട് പലതും പറയും, പലതും ചെയ്യിക്കും. നന്മ പെയ്യുന്ന മണ്ണിൽ തിന്മയുടെ വിള വിളയിച്ച് അവിടുന്ന് പരീക്ഷണങ്ങൾ നടത്തും. ഇപ്പോൾ പോകുന്ന പാത ആപത്തിലേക്കാണ്. അത് വരും കാലഘട്ടങ്ങളിലെ നിങ്ങൾക്ക് മനസ്സിലാകൂ. തൂഫാൻ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പേടിച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയോട് രവിവർമ്മൻ ചോദിക്കുകയാണ്, ശ്രീലക്ഷ്മി എന്തുപറ്റി? അല്ല സാർ, അയാൾ പറഞ്ഞത് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം പോകാറ്. ഇവരുടെ ഒരു ശൈലിയാണ്. കുറ്റിപ്പിഴപ്പിന്റെ കാര്യമല്ലേ താൻ വന്നേ, നമുക്ക് പോകാം. സാർ, നമ്മൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്നെനിക്കൊരു തോന്നൽ. മനസ്സിനെന്തോ ഒരു ഭാരം പോലെ. കമോൺ ശ്രീലക്ഷ്മി, താനും എന്റെ അമ്മയും ഒരുപോലെയാണ്. ആരെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ദേ ഇതുപോലെ മുഖം വീർപ്പിക്കും. ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയതെന്താ? തൂഫാൻ ആയുകാന്ന്. അതായത് കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്ന്. എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കൊടുങ്കാറ്റാണ് താൻ, അല്ലെങ്കിൽ തന്റെ പ്രണയം. കൊടുങ്കാറ്റ് പോലുള്ള തന്റെ പ്രണയത്തിൽ ഞാൻ പറന്നുപോകും. അങ്ങനെ സംഭവിക്കുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പേടി? തന്നെ പോകാന്നും പറഞ്ഞ് ശ്രീലക്ഷ്മിയും കൂട്ടി പോവുകയാണ് രവിവർമ്മൻ. പിന്നീട് കാണിക്കുന്നത് ഗായത്രിയമ്മയും ബാലമാമയുമാണ്. ഗായത്രിയമ്മ പറയുകയാണ്, ഹോ, എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം തോന്നുന്നു. അടുത്ത കാലത്ത് ഏറ്റവും തൃപ്തിയായ ദിവസം ഇന്നാണെന്ന് പറയാം. ആ തൃപ്തി ഗായത്രിയമ്മയുടെ മുഖത്ത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ ഒരു വിഷമഘട്ടം ഒഴിഞ്ഞു പോയി എന്ന് തന്നെ വിശ്വസിക്കാം. പരീക്ഷണങ്ങളാൽ പലപ്പോഴും തകർന്ന അവസ്ഥയിൽ ചിന്തകൾ നിറഞ്ഞ മനസ്സോടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അമ്മയുടെ കടമ ചെയ്യുമ്പോൾ പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേ കടമയിൽ എത്രയും പെട്ടെന്ന് രവിയെയും ശ്രീലക്ഷ്മിയെയും ഒരുമിപ്പിക്കണം. അതാണ് ഇനി ചെയ്യാൻ ബാക്കി. അറിഞ്ഞോ അറിയാതെയോ അതിന് തടസ്സമായി മുൻപ് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കുന്നതിനോടെ ആ ശാപം എന്നെ വിട്ടുപോകുമെന്ന് ഉറപ്പാണ്. ബാലമാമ പറയുകയാണ്, ശരിയാണ്. ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു? ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ കരകയറിയില്ലേ? രവി കുഞ്ഞും ശ്രീലക്ഷ്മിയും ഒരുമിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സത്യം, ഇനി നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യം ഇല്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കും, എനിക്ക് ഉറപ്പാണ്. ഗായത്രിയമ്മ പോയ ശേഷം ബാലമാമ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഗായത്രിയമ്മയുടെ മുഖത്ത് ഇപ്പോഴുള്ള സന്തോഷം ഒരിക്കലും മങ്ങലേൽപ്പിക്കരുത്, അപേക്ഷയാണ്. പിന്നീട് രേഖയുടെയും സാന്ദ്രയുടെയും അടുത്തേക്ക് കുതിരയെ ഓട്ടിക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചെത്തുകയാണ് രഘു. എന്താ രഘു ഇതൊക്കെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്തുകയാണ് രേഖ. എങ്ങനെയുണ്ട് എന്റെ എൻട്രി? എന്തെൻട്രി? അപ്പൊ മനസ്സിലായില്ലേ രേഖയ്ക്ക്? ചേട്ടായി കുതിരപ്പുറത്ത് വരുന്നു, ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ ഹാരമിടുന്നു. കല്യാണം മംഗളം ശുഭം. എങ്ങനെയുണ്ട് കോൺസെപ്റ്റ്? സൂപ്പർ അല്ലേ? കുതിരപ്പുറത്തോ? അതൊന്നും വേണ്ട രഘു. ഓവർ ആക്കരുത്. ഓവർ ആകട്ടെന്നേ. ചന്ദ്രവർമ്മന്റെ കല്യാണം കുറച്ച് ഓവർ ആയാലൊന്നും കുഴപ്പമില്ല. ഏതിനും കുതിര നിർബന്ധമായിട്ട് വേണം. പാവൊക്കെ വെച്ച് ചേട്ടായി കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. കേട്ട് സാന്ദ്ര പറയുകയാണ്, ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് സാർ രഘു സാർ. നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണം സാന്ദ്ര, അത് നിർബന്ധമാണ്. സാന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ്, നടക്കാത്ത കല്യാണം വെറൈറ്റി ആക്കാൻ നടക്കിരിക്കുന്നു മണ്ടൻ. ഒന്നും നടക്കില്ല ആശാനെ, ഈ കല്യാണം സ്വാഹയാക്കും ഈ സാന്ദ്ര. നേരം ഗായത്രി അമ്മ അവിടേക്ക് വരികയാണ്. രഘു പറയുകയാണ്, അമ്മ വന്നല്ലോ. അമ്മയ്ക്ക് ചേട്ടായി വിവാഹത്തിന് കുതിരപ്പുറത്ത് വരുന്നതാണോ പല്ലക്കിൽ വരുന്നതാണോ ഇഷ്ടം? വെറൈറ്റി ആയിട്ട് വെറൈറ്റിയും അറേഞ്ച്മെന്റ്സും ഒക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയല്ലേ. നാട്ടുകാരെ കൊണ്ട് അയ്യേന്ന് പറയിപ്പിക്കാതെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ ഞാൻ വന്നത് നിങ്ങൾ രണ്ടാളോടും ഒരു കാര്യം പറയാനാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ നാളെ ശ്രീലക്ഷ്മിയുടെ വീടിന്റെ മുൻപിലുള്ള പ്രതിഷ്ഠയിൽ പൂജയാണെന്ന് സരോജം വിളിച്ച് പറഞ്ഞിരുന്നു. ഇതിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്നെല്ലാരും ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷെ ഞാനും ബാലമ്മയും നാളെ ഒരിടം വരെ പോകുന്നു. അതുകൊണ്ട് രവിയോടൊപ്പം രഘുവും രേഖയും വേണം പോകാൻ. ചോദിക്കണം, അയ്യോ നാളെയോ? അതിപ്പോ രഘു പോവും മദറിനിലോ. നാളെ എനിക്ക് ക്ലബിൽ കുറച്ച് ആവശ്യങ്ങളുള്ളതാണ്, കല്യാണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പിന്നെ അവരെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയും വേണം. ചോദിക്കണം, ബട്ട് രേഖ, താനില്ലാതെ ഞാൻ എങ്ങനെ പോകാനാണ്? ഇതിനെന്താ, രഘുവിന്റെ ചേട്ടായി വരുന്നുണ്ടെന്നല്ലേ മദറിനിലോ പറഞ്ഞത്. എന്തിനാ മറ്റൊരാള്? അന്നേരം ഗായത്രിയമ്മ പറയാണ്, ഇതിൽ മറ്റൊരു തർക്കവും വേണ്ട. ക്ലബിലൊക്കെ നാളെ കഴിഞ്ഞും പോകാമല്ലോ. സരോജം വിളിച്ച കാര്യമല്ലേ, നമ്മൾ അതിനെ തള്ളിക്കളയാൻ പാടില്ല. മന്ത്രി പറയുകയാണ്, അത് ശരിയാണ്. കേട്ട് ദേഷ്യപ്പെട്ട് രേഖ മനസ്സിൽ വിചാരിക്കുകയാണ്, ആഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇതിനൊരു പണി കൊടുത്താലോ? മന്ത്രി വിചാരിക്കുകയാണ്, ഇവളെന്താ എന്നെ തന്നെ നോക്കുന്നത്? വല്ല കുഴപ്പവും ഒപ്പിക്കാനാണോ? നേരം രേഖ പറയുകയാണ്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ബ്രദറിലേക്കും രഘുവിനുമൊപ്പം സാന്ദ്ര പോട്ടെ. കമ്പനിക്കോ? ഞാനോ? അതെ. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാന്ദ്രയ്ക്ക്?
ഇപ്പോൾ പറയണം, അമ്മ എവിടെയെല്ലാം സാന്ദ്രയെ നേരിട്ട് ഏൽപ്പിച്ചതാണ്. മാഡം അത് കേട്ട് രേഖ പറയുകയാണ്, സാന്ദ്ര ഇപ്പോ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ ഒപ്പം നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ എനിക്ക് പകരം സാന്ദ്ര പൊയ്ക്കോളും. കല്യാണത്തിന്റെ ചുമതലയൊക്കെ സ്വയം ഏറ്റെടുത്ത സ്ഥിതിക്ക് കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഈ പൂജയ്ക്ക് സാന്ദ്രയാണ് ബെസ്റ്റ് ചോയ്സ്. അത് കറക്റ്റ് എന്ന് ശരിവെക്കുകയാണ് രഘുവും.